ആദ്യമൊരു 18കാരൻ പയ്യനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അയൂബ് ബുവാദി. വമ്പൻ പേരുകാരുണ്ടായിട്ടും ബ്രസീൽ മൊറോക്കോ ഹൈ ഇൻറ്റൻസ് ഗെയിം സ്വന്തമാക്കിയത് അവനായിരുന്നു. ചെൽസിയും ആഴ്സണലും $45 മില്യൺ വില പറഞ്ഞ ഫ്രഞ്ച് ക്ലബ് ലില്ലയുടെ താരം. കഴിഞ്ഞ തവണ മൊറോക്കോയ്ക്കൊരു സോഫിയൻ അമ്രബാത്ത് ഉണ്ടായിരുന്നു. ഇത്തവണ ഉറപ്പായും അയൂബ് ബുവാദി ആ റേഞ്ചിലേക്ക് കയറുമെന്നുറപ്പ്. ആദ്യ മത്സരത്തിൽ തന്നെ തൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ബുവാദി കാണിച്ചു തന്നു. ബുസ്കിറ്റസിനെയൊക്കെ ഓർമ്മിപ്പിക്കും പോലെയൊരു പ്രകടനം. കാമാൻ കൂൾ ഗെയിം. ഫൈനൽ തേർഡിൽ 100% ബുവാദിയുടെ പാസിംഗ് കൃത്യത. ഫ്രാൻസിലാണ് ബുവാദി ജനിച്ചത്. ഫ്രാൻസിൻ്റെ അണ്ടർ 60 മുതൽ അണ്ടർ 21 വരെ കളിച്ചു. യൂത്ത് ടീമിൻ്റെ ക്യാപ്റ്റനും ബുവാദിയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മെയ് 15 ബുവാദിക്ക് മൊറോക്കോയ്ക്കായി കളിക്കാൻ ഫിഫയുടെ അനുമതി ലഭിച്ചത്. 11 ദിവസത്തിനകം മെയ് 26 ബുവാദിയെ ലോകകപ്പിനുള്ള മൊറോക്കോയുടെ 26-അംഗ ടീമിൽ ഉൾപ്പെടുത്തി. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ സാക്ഷാൽ ബ്രസീലിനെതിരെ ഇറങ്ങി. കാനറി പടയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുകയും ചെയ്തു. ഇനി മത്സരത്തിലേക്ക് എത്തുമ്പോൾ 4-2-3-1 ഫോർമേഷനിലാണ് ഇരു ടീമുകളും ടീമിനിറക്കിയത്. മൊറോക്കോയുടെ ഫിസിക്കൽ ഗെയിം മുന്നിൽ കണ്ട് കുൻഹയ്ക്ക് പകരം ഇഗോർ തിയാഗോയെ മുന്നിൽ നിർത്തി കാർലോസ് ആഞ്ചലോട്ടി തന്ത്രങ്ങൾ മെനഞ്ഞു. മൊറോക്കോ തന്നെയായിരുന്നു കളത്തിലും ചിത്രത്തിലും ഉണ്ടായിരുന്നത്. ഡോമിനേറ്റ് ചെയ്തു തുടങ്ങിയ മൊറോക്കോ നിരന്തരം ബ്രസീൽ ഫൈനൽ തേർഡ് റെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. ആദ്യത്തെ 11 മിനിറ്റിൽ 6 തവണയാണ് മൊറോക്കോ ഗോളിലേക്ക് എത്തിയത്. കളിയുടെ ഗതിക്ക് അനുകൂലമായി തന്നെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ ലീഡെടുത്തു. ബ്രാഹിം ഡയസ് നൽകിയൊരു ത്രൂ ബോളിലേക്ക് സൈബാരിയും മഗല്ലാസും ഒരുമിച്ചാണ് ഓടിയത്. ബ്രസീലിൻ്റെ ഡിഫൻഡറെ ഓടിത്തോൽപ്പിച്ച സൈബാരി മുന്നോട്ട് വന്ന അലിസൺ ബക്കറുടെ തലയ്ക്ക് മുകളിലൂടെ ആ പന്ത് ലോബ് ചെയ്തു. വിങ്ങിൽ പതിവ് പോലെ പറന്ന് കളിച്ചു അഷ്റഫ് ഹക്കീമി. 2 തവണ മാത്രമാണ് ഹക്കീമിക്ക് പൊസിഷൻ നഷ്ടപ്പെട്ടത്. ആ 2 അവസരത്തിലും വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ബോക്സിൽ ഭീതി വിതച്ചു. അതിലൊന്ന് ഗോളുമായി. ആ ഗോളിൽ മാത്രമാണ് വിനീഷ്യസ് മത്സരത്തിലുണ്ടായിരുന്നത്. ടിപ്പിക്കൽ വിനി ഗോൾ. മനോഹരമായി കട്ട് ചെയ്ത് ബോക്സിലേക്ക് കയറുന്നു. വലംകാൽ കൊണ്ട് പിന്നെയൊരു പവർഫുൾ ഷോട്ട്. യാസിൻ ബോനു അവിടെ നിസ്സഹായനായിരുന്നു. സാങ്കേതികവിദ്യ ഒരുപാട് ഒളിപ്പിച്ച ട്രയോണ്ട ബോൾ അപ്പോൾ തന്നെ വിനിയുടെ ആ ഷോട്ടിൻ്റെ വേഗത കാണിച്ചു തന്നു. 110 km/h വേഗതയിലാണ് ആ പന്ത് സഞ്ചരിച്ചത്. ആദ്യ പകുതിക്ക് തൊട്ടു മുൻപായി പക്വേറ്റ ഒരു ബൈസിക്കിൾ കിക്ക് ശ്രമം നടത്തിയെങ്കിലും മൊറോക്കൻ ഗോളി രക്ഷപ്പെടുത്തി. ശേഷം വന്നൊരു കോർണറും ബ്രസീലിന് മുതലാക്കാനായില്ല. രണ്ടാം പകുതിയിൽ DM-ലും വിങ് ബാക്കിലും ആഞ്ചലോട്ടി മാറ്റങ്ങൾ വരുത്തി. കാർഡ് കണ്ട കസമീറോയെയും റോജർ ഇബനസിനെയും വലിച്ച ബ്രസീൽ ഫാബിഞ്ഞോയെയും ഡാനിലോയെയും കളത്തിലിറക്കി. പിന്നീട് മിഡ് സ്കെൽട്ടൺ മുഴുവനായും ആഞ്ചലോട്ടി പൊളിച്ചു. ഗ്യുമാറസും പക്വേറ്റയും തിയാഗോയും ബെഞ്ചിലേക്ക്. 4-2-3-1 നിന്ന് 4-4-2 ബ്രസീലിലേക്ക് ഷേപ്പ് മാറ്റി. ബ്രസീൽ ആദ്യ 4 സബ് പൂർത്തിയാക്കിയപ്പോൾ മൊറോക്കോ ഒരു മാറ്റം പോലും വരുത്തിയിരുന്നില്ല. ആ സമയത്ത് കുൻഹയും റാഫിഞ്ഞയും ഇടയ്ക്ക് മൊറോക്കൻ ഗോൾ മുഖത്തേക്ക് ലക്ഷ്യമിട്ടെങ്കിലും ഗോൾ പിറന്നില്ല. 10 മിനിറ്റാണ് അധിക സമയം റഫറി നൽകിയത്. ആ നേരത്തെ 2 കോർണർ ബ്രസീലിന് കിട്ടിയെങ്കിലും അതും മുതലാക്കാനായില്ല. മറുവശത്ത് നെയ്ൻ എൽ ഐനുയും അയ്യൂബും ചേർന്ന് അലിസിനെ വിറപ്പിച്ചെങ്കിലും ഗോളിലേക്ക് എത്തിയില്ല. ഒടുക്കം സമനില തെറ്റാതെ ഇരു ടീമുകളും മത്സരം അവസാനിപ്പിച്ചു. ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ച് തോൽക്കാതെ രക്ഷപ്പെട്ടുവെന്നൊരു ഫീലാവും ഉണ്ടാവുക. ഈ ടീമും വെച്ച് എത്ര ദൂരം മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യമുണ്ട്. ഫുൾബാക്സ് കളിയിൽ നിർണായകമാകുമ്പോൾ ബ്രസീലിൻ്റെ താരങ്ങളുടെ പ്രായം 32ഉം 34ഉമാണ്. നെയ്മറെ പോലെ ഒരു ക്രിയേറ്റീവ് താരത്തിൻ്റെ അഭാവം കൃത്യമായി ബ്രസീലിൻ്റെ മധ്യനിരയിൽ പ്രകടമാണ്. പക്വേറ്റയ്ക്ക് താങ്ങുന്നതല്ല ഈ മധ്യനിര. ഡിഫൻസീവ് മിഡിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ബാഴ്സയിൽ കളിച്ചതിൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല റാഫീഞ്ഞ. എല്ലായ്പ്പോഴും വിനിയുടെ ഇൻഡിവിജ്വൽ പ്ലേ രക്ഷയ്ക്കെത്തണമെന്നില്ല. ഇന്ന് അത് പിറന്നതും ഹക്കീമിക്ക് പൊസിഷൻ തെറ്റിയപ്പോഴാണ് എന്നുകൂടി അറിയുക. ഗ്രൂപ്പിലിനി നേരിടാനുള്ളത് ഹെയ്ത്തിയെയും സ്കോട്ട്ലാൻഡിനെയുമാണ്. നോക്കാം ആഞ്ചലോട്ടി എന്താണിനി ഒരുക്കി വയ്ക്കുന്നതെന്ന്.